നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ പ്രിയപ്പെട്ട ദുബായിയുടെ വ്യോമയാന കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. ലാഭത്തിൽ പുതിയ റെക്കോർഡിട്ട് കമ്പനി മുന്നേറുമ്പോൾ തന്നെ യാത്രക്കാർക്കായി മികച്ച സേവനങ്ങൾ നൽകുന്നതിലും കമ്പനി ഒരു പടി കൂടി ഉയരുകയാണ്. യാത്രക്കാർക്ക് ഭക്ഷണം മുൻകൂട്ടി ഓർഡർ ചെയ്യാനുള്ള സംവിധാനമാണ് പുതിയതായി എമിറേറ്റ്സ് ഒരുക്കിയത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ സർവീസ് നടത്തുന്ന എല്ലാ എമിറേറ്റ്സ് ഫ്ലൈറ്റുകളിലും ഇപ്പോൾ ഭക്ഷണം മുൻകൂട്ടി ഓർഡർ ചെയ്യാം. വരും മാസങ്ങളിൽ കൂടുതൽ ആഗോള റൂട്ടുകളിൽ ഈ സംരംഭം വ്യാപിപ്പിക്കും. യുകെയിലെ റൂട്ടുകളിൽ പ്രീ ഓർഡർ ഇൻ ഫ്ലൈറ്റ് മീൽ സർവീസ് വിജയകരമായി ആരംഭിച്ചതിന് പിന്നാലെയാണ് യൂറോപ്യൻ നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള റൂട്ടുകളിലുടനീളം എമിറേറ്റ്സ് ഈ സർവീസ് വിപുലീകരിക്കുന്നത്. വാഴ്സോ, വെനീസ്, റോം, ബൊലോഗ്ന, പ്രാഗ്, വിയന്ന, മോസ്കോ, ഇസ്താംബുൾ, ഡബ്ലിൻ, ഹാംബർഗ്, സെന്റ് പീറ്റേഴ്സ്ബർഗ്, ബ്രസൽസ്, മാഡ്രിഡ്, സീഷെൽസ്, മൗറീഷ്യസ് തുടങ്ങിയ നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങളിൽ ഇൻ ഫ്ലൈറ്റ് മീൽ ഓർഡറിംഗ് സേവനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ സേവനം ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ നൽകുന്നത്. വിമാനം പുറപ്പെടുന്നതിന് 24 മണിക്കൂറെങ്കിലും മുൻപ് തന്നെ ഇഷ്ടഭക്ഷണത്തിന് ഓർഡർ ചെയ്യണം. 14 ദിവസം മുൻപ് വരെ ഇങ്ങനെ ബുക്ക് ചെയ്യാവുന്നതാണ്. എമിറേറ്റ്സ് ലിസ്റ്റ് ചെയ്ത നിരവധി ഭക്ഷണങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനാണ് അവസരം. യാത്രക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും ഭക്ഷണം പാഴാക്കുന്നത് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും. യാത്രക്കാർക്ക് എമിറേറ്റ്സ് വെബ്സൈറ്റിലോ എയർലൈനിന്റെ ആപ്പ് വഴിയോ ഓൺബോർഡ് മെനു പരിശോധിച്ച് ഇഷ്ടമുള്ള വിഭവം കണ്ടെത്താനാവുന്നതാണ്. നാടൻ ചേരുവകൾ കൊണ്ടുള്ള വിഭവങ്ങളാണ് ഒരുക്കുന്നത് എന്നത് എമിറേറ്റ്സ് എയർലൈൻസിന്റെ പ്രത്യേകതയാണ്. യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉപഭോക്തൃ മുൻഗണന ട്രാക്കിംഗ് ഡാറ്റയും ക്യാബിൻ ക്രൂ റിപ്പോർട്ടുകളും എമിറേറ്റ്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മെനു ആസൂത്രണം, ഒപ്റ്റിമൽ ഫുഡ് ലോഡ് ചെയ്യൽ, മാലിന്യങ്ങൾ കുറയ്ക്കൽ എന്നിവ സുഗമമാക്കുന്നതിന് ഇത് ഉപകരിക്കുന്നു. ആഗോള ഏവിയേഷൻ അനലിറ്റിക്സ് ഗ്രൂപ്പായ OAGയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പശ്ചിമേഷ്യയിൽ സമയനിഷ്ഠ പാലിക്കുന്ന എയർലൈനുകളിൽ UAEയുടെ ഇത്തിഹാദും എമിറേറ്റ്സും ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തിയിരുന്നു. 2023 ആദ്യ പകുതിയിലെ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.